ഈ സ്നേഹം എന്നൊക്കെ എന്ത് പറഞ്ഞെന്താ, നമുക്ക് കൊടുക്കാൻ പറ്റണം. ഈ ജന്മത്തില് നമുക്ക് ഈ കടപ്പാട് കൊടുക്കാൻ പറ്റുമോ? കടം എന്ന് പറഞ്ഞാൽ കടപ്പാട് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല എങ്കിൽ മക്കൾ അത് കടമ. അമ്മയും അപ്പനും പ്രസവിച്ചതിന് കടപ്പാട് നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഈ കാലത്ത് ചീത്ത വിളിക്കുന്നു പാവങ്ങൾ, അവർക്കറിയില്ല നമുക്ക് ഹോർമോണൽ ചേഞ്ചസ് വരുന്നത്. അതായത് ഈ 16-ാമത്തെ ഒരു 8-ാം ക്ലാസ് വരെ 7-ാം ക്ലാസ് വരെ മക്കളൊക്കെ പറഞ്ഞ അനുസരിക്കും. ഇവിടെ വാടാന്ന് പറഞ്ഞ വരും, ഇരിക്കടാന്ന് പറഞ്ഞിരിക്കും, അങ്ങോട്ട് പോടാന്ന് പറഞ്ഞ പോകും, തുണി മഴ വരുന്നു തുണി എടുത്തോണ്ട് വരാൻ പറഞ്ഞാൽ തുണി എടുത്തോണ്ട് വരും. ഒരു 9-ാം ക്ലാസ് തൊട്ട് പഠിക്കുന്ന പിള്ളേരുകളുടെ പേരൻസ് വന്ന് എപ്പോഴും കംപ്ലൈൻറ്റാ പറയുന്നത്. എന്താണെന്നറിയോ, എൻ്റെ പൊന്നു മേഡം അവർ ഭയങ്കര തറുതലയാ, ഭയങ്കര പ്രശ്നമാ, ഭയങ്കര ബുദ്ധിമുട്ടാ, പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, കൗൺസിലിങ് വേണം, അവർ ധ്യാനത്തിന് കൊണ്ടുപോകണം, പറ്റുന്നില്ല, എല്ലാത്തിനും ധിക്കാരം പറയാണെന്ന്. സത്യം പറയട്ടെ, ആ പാവം അപ്പനും അമ്മയ്ക്കും അറിയില്ല ടീനേജ് പ്രായത്തിൽ നിങ്ങളുടെ ലോജിക്കൽ ബ്രെയിൻ വലുതാകുന്നത്, ഡെവലപ്പ് ആവുന്നത്. കാരണം എന്തിനേയും ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ത്വര വരും. അത് അവർക്കറിയില്ല. അപ്പൊ എന്ത് ചെയ്യും? മഴ വരുന്നു തുണി എടുത്തോണ്ട് വാടാന്ന് പറയും. 7-ാം ക്ലാസ് വരെ നിങ്ങൾ തുണി എടുത്തോണ്ട് വന്ന് നിങ്ങൾ 8-ാം ക്ലാസ്സിലായിരുന്നപ്പോ നിങ്ങൾ ചോദിക്കാണ്, ഞാൻ മാത്രോ ഈ വീട്ടിലുള്ള, അപ്പുറത്ത് അവൾ നിൽക്കുന്നില്ലേ, അവളോട് പറഞ്ഞൂടെ എന്ന് ചോദിക്കും. മനസ്സിലായ? എടാ അങ്ങോട്ടൊന്ന് മാറിയിരിക്കണം എന്ന് പറഞ്ഞാ എന്താ അമ്മയ്ക്ക് അങ്ങോട്ട് മാറിയിരുന്നൂടെ? എടാ TV ഒന്ന് ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞാ ഇത്ര നേരം നിങ്ങൾ TV ഇട്ടോണ്ടിരുന്നപ്പോ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ, ഞാൻ ഇട്ടപ്പോ മാത്രമേ പ്രശ്നമുള്ള. ലോജിക്കൽ ബ്രെയിൻ വർക്ക് ചെയ്യാണ്. എല്ലാത്തിനും ക്വസ്റ്റ്യനിങ് തുടങ്ങും. അത് ഈ പാവങ്ങൾക്ക് അറിയില്ല. അപ്പൊ അവര് വിചാരിക്കുന്നത് എന്റെ പൊന്നോ അവരെല്ലാരും തറുതല് പറഞ്ഞു, അയ്യോ അവരെന്നെ ദേഷ്യപ്പെട്ടു, അവർ പിള്ളേർ അനുസരണ ഇല്ലാത്ത പിള്ളേരായി പോണു എന്നൊക്കെ അവര് ചിന്തിക്കുന്നേ. അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നിങ്ങൾക്കും പറ്റിയല്ല. അതുകൊണ്ട് അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കുക. അവർ നിങ്ങൾ ചീത്തയാകാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്, വെപ്രാളം കൊണ്ട് പറയുന്നതാ. അവരുടെ മുന്നിൽ നിങ്ങൾ ഇപ്പോഴും 5 വയസ്സുകാരനാണ്. അപ്പൊ അതുകൊണ്ടാണ് അവർ പറയുന്നത്. എനിക്ക് പറ്റിയ 2 കാര്യങ്ങളുണ്ട് കേട്ടോ. ഈ അഡോണ മൂത്ത മോളെ, അവള് ഒരു ദിവസം ക്ലാസ്സിൽ നിന്ന് വന്നിട്ട് +2 പഠിക്കുമായിട്ട് വന്നിട്ട് പറഞ്ഞു, അമ്മ എന്നെ വന്ന് പിക്ക് ചെയ്യണം, എനിക്ക് ത്രെഡ് ചെയ്യാൻ പോകണം. ഓക്കെ, ഞാൻ പറഞ്ഞു ചാലക്കുടി. ഓക്കെ പോകാൻ പോലെ, ഞാൻ വന്ന് പിക്ക് ചെയ്യാം. എന്നിട്ട് പറഞ്ഞിട്ട് ഞാൻ ബസ്സിൽ വന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ബസ് സ്റ്റാൻഡിൽ വന്നാൽ മതി, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കും ത്രെഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 5 മണിയായിട്ട് അവൾ വിളിക്കുന്നില്ല, അവളെ ഒരു അഡ്രസ്സിലൊന്നും ഇല്ല. അപ്പോഴത്തേക്ക് ഞാൻ ഒരു 6 മണിയായപ്പോൾ നോക്കിയപ്പോണ്ട് അവൾ ബസ് വീട്ടിൽ നടന്നു വരുമ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു, മക്കളെ ത്രെഡ് ചെയ്യണ്ടായിരുന്നോ? ഓ ഞാൻ പോയി ത്രെഡ് ചെയ്തെന്ന്. അപ്പൊ ഞാൻ വിളിച്ചു, നിനക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ വെയിറ്റ് ചെയ്യായിരുന്നു, എൻ്റെ കൂട്ടുകാരികളുണ്ടായിരുന്നു, അടുത്ത് തന്നെ ആയിരുന്നല്ലോ കട, നക്ഷത്ര ബ്യൂട്ടി പാർലർ, ഞാനവിടെ പോയി ത്രെഡ് ചെയ്തു. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായി. ഇതുവരയ്ക്കും ഒരു 17 വയസ്സിൽ എന്നെ ഡിപ്പെൻഡ് ചെയ്തിരുന്ന കുട്ടി ഞാനില്ലാതെ ത്രെഡിങ്ങിന് പോയി. പിറ്റേന്ന് ഒരു 2-3 ആഴ്ച കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും അവള് ഷവർമയും കൈ പിടിച്ചോണ്ട് വരുവാ. പകുതി ഷവർമ തിന്നിട്ട് പകുതി ഷവർമ കയ്യില്. അപ്പൊ ഞാൻ ചോദിച്ചത് എന്താ? ബസ് ഇറങ്ങിയപ്പോ എനിക്ക് വിശന്നു, അപ്പൊ ഞങ്ങൾക്ക് ഷവർമ കണ്ടു, ഒരു ഷവർമ മേടിച്ചു, കഴിച്ചു, പകുതി മിച്ചം ഉണ്ടാക്കി കൊണ്ടുവന്നു. അപ്പോഴേ എനിക്ക് സങ്കടമായി. ഈ കൊച്ചി എല്ലാ കാര്യത്തിലും എന്നെ ഡിപ്പെൻഡ് ചെയ്തോണ്ടിരുന്നു, എന്നോട് പറയാതെ ചെയ്തു. എനിക്ക് ഭയങ്കര സങ്കടം വന്നു. ഞാൻ ചേട്ടൻ അടുത്ത് പോയി പറഞ്ഞു. അപ്പൊ ചേട്ടൻ പറഞ്ഞു, ഇടി പൊട്ടിക്കാളി, പിള്ളേരങ്ങനെയാണ്. ടീനേജ് പ്രായത്തിൽ സ്വതന്ത്രമായിട്ട് പല കാര്യങ്ങളും ഡിസിഷൻ എടുക്കാനും ചെയ്യാനും തോന്നും, ത്വര തോന്നും. അത് മനസ്സിലാക്കിയിട്ട് ഗൈഡ് ചെയ്താൽ മതി, സ്റ്റോപ്പ് ചെയ്യിപ്പിക്കരുത്. അവർ ചെയ്തോട്ടെ, പക്ഷെ നമ്മുടെ ഗൈഡൻസ് ഉണ്ടായാൽ മതി. നമ്മൾ വഴക്ക് പറയരുത്, അവരെ തടുക്കരുത്. അങ്ങനെ പറഞ്ഞ് കാര്യങ്ങൾ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി. പക്ഷേ നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിങ്ങളുടെ പേരൻസിൻ്റെ അടുത്ത് ചിലപ്പോൾ പലർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റണമെന്നില്ല. അപ്പൊ നിങ്ങൾ കാര്യം തിരിച്ച് വീണ്ടും പറയും, അവർ വീണ്ടും പറയും, അവർക്ക് ടെൻഷനാവും. അതിൻ്റെ ഇടയ്ക്കാണ് വീട്ടിലെ കുറെ ഉത്തരവാദിത്തങ്ങൾ കിടക്കുന്നത്. അപ്പനും അമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ല. ചിലപ്പോൾ അപ്പം കുടിച്ചിട്ട് വരിക, ചിലപ്പോൾ വീട്ടിലെ കറണ്ട് ബില്ല് അടയ്ക്കാൻ പൈസ ഉണ്ടാവില്ല, അല്ലെങ്കിൽ വീട്ടിൽ ലോൺ കെട്ടാൻ പൈസ ഉണ്ടാവില്ല, നിങ്ങളുടെ ഫീസ് കെട്ടാൻ പൈസ ഉണ്ടാവില്ല. അവിടെ ചവിട്ടും തുള്ളും അടിയും പിടിയുമായിട്ടിരിക്കുന്നതിനിടയ്ക്ക് നമ്മൾ ചെന്നിട്ട് ഓരോ പ്രശ്നം ഉണ്ടാക്കുന്നത്. അവരെങ്ങനെ സഹിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു 25-ാമത്തെ വയസ്സിൽ അപ്പനും അമ്മയും കല്യാണം കഴിക്കണം. അപ്പോഴത്തൊട്ടേ അവർക്കും സ്വപ്നമുണ്ട്. അപ്പോഴത്തേക്ക് പ്രഗ്നന്റ് ആയി, കൊച്ചുങ്ങളുണ്ടായി, ബാധ്യതകളായി, സ്കൂളായി, ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് അവർക്ക് സ്വപ്നങ്ങളില്ലേ? അവിടെ സ്വപ്നങ്ങൾ ഒരു 30 വയസ്സൊക്കെ ഉണ്ട്, അവർ സ്റ്റാർട്ട് ചെയ്യത്തേ ഉള്ളൂ. കാരണം മക്കളൊക്കെ ഒന്ന് സെറ്റ് ആവട്ടെ, ഒന്ന് പഠിക്കട്ടെ, ഒരു സ്കൂൾ ലെവലൊക്കെ ഒന്ന് സെറ്റ് ആവട്ടെ എന്ന് പറയല്ലേ. അവർക്ക് സ്വപ്നങ്ങളില്ലേ? നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചില്ല? എന്റെ മൂത്ത മോള്, എന്റെ അഡോണ, ഞാൻ ഒത്തിരി വലിയ പൊക്കി പറയുന്നൊന്നുമില്ല, അത്ര വൃത്തിക്കിടക്കുള്ള പിള്ളേരൊക്കെ തന്നെയാണ്, ഞാൻ പൊക്കി പറയുന്നില്ല. പക്ഷെ എന്നോട് അവൾ പറഞ്ഞൊരു ചോദ്യമുണ്ട്, അമ്മ യൂത്തിന് ക്ലാസ് എടുക്കുമ്പോൾ ഒറ്റ ക്വസ്റ്റ്യൻ ചോദിക്കണം. ഞാൻ എന്താ മക്കളെ? അവരോട് ചോദിക്കാൻ പറയണം,
അമ്മ അവരുടെ അമ്മയുടെ, നിങ്ങൾ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ അമ്മയുടെ സ്വപ്നം എന്തെന്ന്? നിങ്ങൾ നിങ്ങളുടെ സ്വപ്നമാ പറയണേ. അവരുടെ സ്വപ്നം ഒരു 30 വയസ്സ് കഴിയുമ്പോൾ സ്റ്റാർട്ട് ആവത്തേ ഉള്ളൂ. എന്റെ സ്വപ്നം ഞാൻ നടത്തിയ 40 വയസ്സ് കഴിഞ്ഞിട്ടാ. എനിക്ക് 46 വയസ്സായി. എന്റെ സ്വപ്നം, കാരണം എന്റെ സ്വപ്നത്തിന് വേണ്ടി ഞാൻ ഓടുന്ന ഓട്ടം അവൾക്കറിയാം. പാഷൻ, ചത്തു കിടന്ന് പണിയെടുക്കുന്ന അവൾക്കറിയാം. ചിലപ്പോ അവരെ മറന്ന് ഞാൻ ഓടിയിട്ടുണ്ട്, അവരെ നോക്കാൻ പറ്റാഞ്ഞിട്ടുണ്ട്, പക്ഷെ അത്ര അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവള് പറയാണ്, ഇതേപോലെ ഓരോ സ്വപ്നവും ഓരോ അമ്മയ്ക്കും അപ്പനും ഇല്ലേ? ഇല്ലേ? ഉണ്ട്. അപ്പോ അവള് പറയുന്നത് ഇങ്ങനെയാണ്, അതുകൊണ്ട് ഓരോ കുട്ടികളോട് അമ്മ ചോദിക്കാൻ പഠിപ്പിക്കണം, അവരുടെ അമ്മയുടെ സ്വപ്നം എന്താ. പല അമ്മമാരുടെ സ്വപ്നങ്ങളും അടുക്കളയിൽ പാത്രം തേച്ച് 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 കഴുകി തീർന്നുകൊണ്ടിരിക്കുക. പല അപ്പന്മാരുടെ സ്വപ്നങ്ങളും നിങ്ങൾക്ക് വേണ്ടി പണിയെടുത്ത് വയർത്ത് വയർത്ത് വയർത്തൊഴുകിക്കൊണ്ടിരിക്കുക. എന്നിട്ടാണ് നമ്മൾ ചീത്ത വിളിക്കണേ, അപ്പന് ബോധമില്ല, അമ്മയ്ക്ക് ബോധമില്ല, ക്യാമ്പിന് പറഞ്ഞു വിട്ടിരിക്കുന്നു, വേറെ പണിയൊന്നും ഇല്ല അല്ലേ? ദേഷ്യത്തിന് വാതിലടയ്ക്കുന്നു, ഫോൺ തന്നില്ല അത് തന്നില്ല പറഞ്ഞ് വാതിൽ വരച്ചടിച്ചിട്ട് നമ്മൾ പട്ടിണി കിടക്കും. നമുക്ക് വിശപ്പൊന്നും ഉണ്ടാവൂല, പക്ഷേ അവർക്ക് നെഞ്ച് കത്തും. നമ്മുടെ വയറ് എരിയത്തില്ല, അവരുടെ വയറ് എരിയത്തില്ല, പക്ഷെ അവരുടെ ഹൃദയം എരിയും. വേദനയായിരിക്കും, ഇത് സങ്കടമായിരിക്കും എന്നറിയാമോ? എൻ്റെ കൊച്ചു കുറച്ച് മുഖം കറുപ്പിച്ചിരുന്ന എനിക്ക് ഭയങ്കര ഫീലാ, ഭയങ്കര ടെൻഷനാ. എനിക്ക് റിലാക്സ് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇതേ ഫീൽ തന്നെയല്ലേ ഓരോ അപ്പനും അമ്മയ്ക്കും? നമ്മൾ ശ്രദ്ധിക്കണ്ടേ? നമ്മൾ ആദ്യം ചോദിക്കേണ്ടത്, അമ്മയുടെ സ്വപ്നം എന്താ? അമ്മ കഴിച്ച നല്ല മീൻ കഷ്ണം ഇട്ട് തരുമ്പോ, ഈ പീസ് ഇപ്പോഴും എനിക്ക് എന്താ നല്ല കഷ്ണം തരുന്നേ, അമ്മ ഏത് പീസാ കഴിച്ചേ ഒന്ന് ചോദിക്കുന്നുണ്ടാ? ഒരൊറ്റ ചോദ്യം മതി. എൻ്റെ മോളുടെ കൂടെ